വീഡിയോയിൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സെമിസ്റ്റർ 3-ലെ KTU സിലബസിലെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ 2024 സ്കീമാണ്. PBECT 304 ആണ് കോഡ്. PBECT ഈ ഒരു സിലബസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ബാക്കി സെമിൽ വരുന്ന സബ്ജക്റ്റിനേക്കാൾ ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. അതായത് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ 40 പകരം 60 മാർക്സും, ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ 40 മാർക്സ് ആണ്, ഇതിന് 60 മാർക്സ് ആണ്. അതേപോലെ എൻഡ് സെമിസ്റ്റർ എക്സാമിൻ്റെ മാർക്ക് 40-ലാണ്. എക്സാം നടക്കുന്നത് 2 hours 30 minutes തന്നെയാണ്. പക്ഷേ 3 hour ലെക്ചറും 1 hour കാണിക്കുന്നത് 6 ആണ്. അതായത് പ്രൊജക്ട് ബേസ്ഡ് ആണ്. 4 ആണ് ക്രെഡിറ്റ്. ഇതിന് നമുക്ക് ബേസിക് ആയിട്ട് പ്രീ റിക്വസിറ്റ് ആവശ്യമുള്ളത് ഫസ്റ്റ് S1-ലെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ഈ ഒരു 60 മാർക്സിൽ 30 മാർക്സ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇതിന് ഇൻറ്റേർണൽ ഇവാലുവേഷൻ കൂടുതലായിട്ട് വരുന്നത്. ഇനി സിലബസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റംസ് ആണ്. നമ്പർ സിസ്റ്റമാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് കൺവേർഷൻ, അതായത് ഈ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, കൺവേർട്ട് ചെയ്യുക. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൽ അരിത്തമെറ്റിക് ബൈനറിയിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ. ഓക്കെ. ഇനി സൈൻഡ് നമ്പർ ഉണ്ട്, അൺസൈൻഡ് നമ്പർ ഉണ്ട്, BCD നമ്പർ ഉണ്ട്. ഇതോ അതിൽ പഠിക്കാനുണ്ട്. സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ബൂളിയൻ ആൾജിബ്രയാണ്. അതിൻ്റെ തിയറംസ്, സം ഓഫ് പ്രൊഡക്റ്റ് റിപ്രസെൻറ്റേഷൻ, പ്രൊഡക്റ്റ് ഓഫ് സം, അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ, കനോണിക്കൽ ഫോം, മിൻ ടേം, മാക്സ് ടേം, സിംപ്ലിഫിക്കേഷൻ, ബൂളിയൻ ആൾജിബ്ര എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കാമാപ്പ്. അതിൻ്റെ 4 വേരിയബിൾ വരെ പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിലബസിൽ വരുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്പർ സിസ്റ്റം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ സിസ്റ്റം പല ടൈപ്പ് നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 നമ്പർ സിസ്റ്റമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി ചെറുതിലെ അറിയുന്ന നമ്പർ സിസ്റ്റമാണ്. 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ്, അതായത് 10 നമ്പേഴ്സ് ഉണ്ട്, 10 ഡിജിറ്റ്സ് ഉണ്ട്, 0, 1, 2, 3. ആ നമ്പേഴ്സ് യൂസ്, അങ്ങനെ 9 വരെയുള്ള ആ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം ഇതും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്തവർക്ക് കുറച്ച് അറിയുന്നതായിരിക്കും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ദ നമ്പേഴ്സ് ആർ റിപ്രസെൻറ്റഡ് വിത്ത് ബേസ് 10. ബേസ് 10 എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പേഴ്സാണ്, അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും നമ്പേഴ്സാണ്, ഡിജിറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസ് 10 നമ്പർ സിസ്റ്റം എന്നും പറയും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എല്ലാം നമുക്കത് ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ ഡിജിറ്റിനും അതിൻ്റെ പൊസിഷനെ ബേസ് ചെയ്ത്, നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് അതിനൊരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ റൈറ്റ് മോസ്റ്റ് നമ്പർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 92 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു 2ൻ്റെ പൊസിഷനിലുള്ള അത് ഈ റൈറ്റ് മോസ്റ്റ് പൊസിഷനിലുള്ളതിന് വെയിറ്റ് 1 ആയിരിക്കും. പിന്നെ ടെൻസ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. 1s, 10s, 100 ഇങ്ങോട്ട് പോകും തോറും, ഈ ലെഫ്റ്റിലേക്ക് പോകും തോറും ആ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടും, 10 times കൂടി വരും. ഈ 92 എന്ന് പറയുന്നതിന് നമുക്കറിയാം 2 × 10⁻⁴. 10⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണെന്നറിയാം, 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണെന്നറിയാം. അപ്പം 9 × 10 + 2 × 10⁻⁴ ഇതാണ് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ട് പറയാം. 200 ആണെങ്കിൽ എങ്ങനെ വരിക? 0 × 10⁻⁴, 0 × 10⁻⁴, 0 × 10⁻⁴, 2 × 10⁻². ഇനി പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 1, 10, 100, 1000 അല്ലെങ്കിൽ 10⁻⁴, 10⁻1, 10⁻2, 10⁻3 ഇങ്ങോട്ടും പോകും. ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും 10⁻⁻1, 10⁻⁻2, 10⁻⁻3 അങ്ങനെ പോകും. ഇതിൻ്റെ ഇക്വാലന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഇവിടെ 2 × 10⁻⁴, 1 × 10⁻1, 2 × 10⁻².
ഇനി പോയിന്റിൻ്റെ ഈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും 3 × 10⁻⁻1 6 × 10⁻2 7 × 10⁻3 ഇങ്ങനെയാണ് പോവുക. ഇതാണ് ബേസ് 10 അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ. ഇതേ പാറ്റേൺ ആണ് ബാക്കി നമ്പർ സിസ്റ്റത്തിനും ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് ബേസ് മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം പറയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നമ്പർ നമ്മൾ എഴുതുമ്പോൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 9 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലത്തെ ഈ 1 എടുത്തിട്ട് 1 0 1 1 1 2 1 3 1 4 1 5 1 6 1 7 1 8 1 9 പിന്നെ നമ്മൾ 2 0 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ എഴുതുക. ഇതേ പാറ്റേണിൽ തന്നെയാണ് ബാക്കി നമ്പർ സിസ്റ്റം നമ്മൾ എഴുതി വരിക. ഇനി ബൈനറി നമ്പർ സിസ്റ്റം, ഇതിൻ്റെ ബേസ് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 നമ്പറാണ് യൂസ് ചെയ്യുന്നത്, 0ഉം 1ഉം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബേസ് എന്നുള്ള എടുത്ത് നമ്മൾ റാഡിക്സ് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ ഡിജിറ്റ് എന്ന് പറയുന്നതിന് പകരം ബിറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുത്തില്ല, 10.11 ആണ്. ഇവിടെ നമ്മൾ നേരത്തെ 10⁻0 എന്ന് എഴുതുന്നതിന് പകരം ഇവിടുത്തെ ബേസ് 2 ആയതുകൊണ്ട് ഈ പൊസിഷനിൽ 2⁻0, നെക്സ്റ്റ് പൊസിഷനിൽ 2⁻1 2⁻2 അങ്ങനെയാണ് പോവുക. അതേപോലെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ 2⁻1 2⁻2 അങ്ങനെയും പോകും. ഇവിടെ നമുക്ക് നോക്കാം 0 × 2⁻0 1 × 2⁻1. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഈ റൈറ്റ് സൈഡ് ആണെങ്കിൽ 1 × 2⁻1 അല്ലെങ്കിൽ 1/2⁻1 എന്ന് പറഞ്ഞാലും മതി, പ്ലസ് 1/2 1 × 1/2⁻2. ഓക്കെ. അപ്പം ഇങ്ങനെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഡെസിമലായ കാരണം ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി അത് ഡെസിമൽ നമ്പറാണ്. ഇങ്ങനത്തെ ബേസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത് നമുക്ക് തന്ന നമ്പറിൻ്റെ ഡെസിമൽ ഈക്വാലൻ്റ്. അപ്പോൾ 10.11ൻ്റെ ഇത് നമ്മുടെ ഡെസിമൽ ബൈനറി നമ്പറാണ്. അതിൻ്റെ ഡെസിമൽ ഈക്വാലൻ്റ് എന്ന് പറയുന്നത് 2.75 ആണ്. ഇവിടെ നമ്മൾ നമ്പർ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്പർ 0 1 കഴിഞ്ഞു, നമ്പർ കഴിഞ്ഞു. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 0. ഓക്കെ, അടുത്തത് 1 1 മാക്സിമം കഴിഞ്ഞ് അടുത്തത് നമ്മൾ 1 വെച്ചിട്ട് 3 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 1 0 1 1 1 0 1 1 1 കഴിഞ്ഞു. മാക്സിമം 1 1 1 ആകുമ്പോഴത്തേക്കും മാക്സിമം ആയി. പിന്നെ അടുത്ത ഡിജിറ്റ് കൂട്ടണം. ഡിജിറ്റ് കൂട്ടുമ്പോൾ 1 ഇട്ടിട്ട് 3 0 വെച്ചാൽ 4 ഡിജിറ്റായി. ഇങ്ങനെ ഇതിനെ വീണ്ടും 1 0 0 1 1 0 0 1 0 ഇങ്ങനെയാണ് ആ നമ്പർ ഹയറായി പോകുന്നത്. ഓക്കെ, അടുത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം ബേസ് 8 ആണ്. ബേസ് 8 എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വരുന്നത് 0 1 2 3 4 5 6 6 7 വരെ വരും. ഓക്കെ, അപ്പോൾ അത്രയും നമ്പേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 4 8 = 1 വരുമ്പോഴത്തേക്കും 1 × 8⁻0 സ്റ്റാർട്ട് ചെയ്യുക. 8⁻1 8⁻2 ഇതാണ് അതിൻ്റെ വെയിറ്റ് വരിക. അപ്പോൾ 1 × 8⁻2 പ്ലസ് 2 × 8⁻1 പ്ലസ് 4 × 8⁻0 ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇക്വാലൻ എന്താ കിട്ടുന്നത്? ഡെസിമൽ വാല്യൂ ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അതായത് ആ ബേസിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് അതിൻ്റെ ഇക്വലൻ ഡെസിമൽ നമ്പർ ആയിരിക്കും. ഈ ഒക്ടൽ ഡിജിറ്റൽ വാല്യൂവിൽ 0 ഓരോ ഒക്ടൽ ഡിജിറ്റിലും നമ്മൾ ബൈനറിയിൽ എഴുതുമ്പോൾ 3 ഡിജിറ്റ് ആയിട്ട് മാറ്റണം. ഡിജിറ്റ് 1 ആവുമ്പോൾ 001 2 ആവുമ്പോൾ 010 ഇങ്ങനെ 3 ഡിജിറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഓരോ ഡിജിറ്റിനെയും നമ്മൾ 3 ഡിജിറ്റ്, ഇത് 0യുടെ ഇക്വാലൻ്റ് ആണ്, ഇത് 1ന് ഇക്വാലൻ്റ് ആണ്, ഇത് 2ന് ഇക്വാലൻ്റ് ആണ്, ഇങ്ങനെ 7ന് 1 1 വരെ. അപ്പോൾ നമുക്ക് ഒരു ഓരോ ഡിജിറ്റിനെ നമ്മൾ 3 ബിറ്റ് ആയിട്ടാണ്. ഈ കൺവേർഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹെക്സാ ഡെസിമലിൻ്റെ കേസിൽ 16 ആണ് അതിൻ്റെ ബേസ് വരുന്നത് അല്ലെങ്കിൽ റാഡിക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് വരുന്നത് 0 തൊട്ട് നമ്പേഴ്സ് 9 വരെ. അപ്പോൾ 10 എണ്ണമായി. A തൊട്ടിട്ട് F വരെയാണ്. അപ്പം ബാക്കി 6 എണ്ണം A തൊട്ട് F വരെയുള്ള നമ്പേഴ്സ്. അതായത് ഇവിടെ കാണിച്ച പോലെ 0 1 2 3 4 5 6 7 8 9 ABCDEF വരെയാണ് വരുന്നത്. അതിൻ്റെ ഡെസിമൽ ഇക്വാലൻ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ ബൈനറിയിൽ മാറ്റുകയാണെങ്കിൽ ഓരോ ഡിജിറ്റിനെയും, ഒക്ടലിൽ 3 ബിറ്റ് ആണെങ്കിൽ ഹെക്സാ ഡെസിമലിൽ ബൈനറി ആക്കുമ്പോഴത്തേക്കും ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റായിട്ട് മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി നമ്പർ സിസ്റ്റം വിത്ത് റാഡിക്സ് 6 ആണ് തന്നിട്ടുള്ളത്. റാഡിക്സ് 6 ആണ്.
അതിൽ 13 എന്നുള്ള നമ്പറും 30 എന്നുള്ള നമ്പറും കൂടി ആഡ് ചെയ്തപ്പോൾ 10 റാഡിക്സ് ആറിൽ കിട്ടി. അപ്പോൾ ഏതാണ് റാഡിക്സ് അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ ബേസ് എന്നാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമ്മൾ ഏത് റാഡിക്സിൽ തന്നാലും നമുക്ക് ഡെസിമലിലാക്കുകയാണ് എളുപ്പം. അപ്പോൾ നമ്മളിവിടെ തന്നിട്ടുള്ളത് 13R + 30R = 103R എന്നാണ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും, R⁻0, ഇതിൻ്റെതോ R⁻1, ഇവിടെയാണെങ്കിലും R⁻0, R⁻1. ഓരോന്നിൻ്റെ പൊസിഷൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. R⁻1, R⁻2 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കതിനെ ഡെസിമലാക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ 1 × R⁻1 + 3 × R⁻0. Second number 3 × R⁻1 + 0 × R⁻0 is equal to 1 × R⁻2 + 0 × R⁻1 + 3 × R⁻0. ഇതിനെ റിഡ്യൂസ് ചെയ്യുമ്പോഴേക്കും 1 × R⁻1 എന്ന് പറയുന്നത് 6 ആണ്, 3 × R⁻0 എന്ന് പറയുന്നത് 3 ആണ്. ഇതേപോലെ 3 × R⁻1 എന്ന് പറഞ്ഞാൽ 3R, ഇവിടെ 0, പ്ലസ് 1 × R², ഇവിടെ 0, പ്ലസ് 3 × R⁻1 എന്ന് പറഞ്ഞാൽ 3. നമുക്കതിനെ റിഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു 3R ഉണ്ട്. സോ 4R + 3 is equal to, ഈ സൈഡ് വരുമ്പോൾ R² + 3. ഈ സൈഡിലും 3 ഉണ്ട്, ഈ സൈഡിലും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് 4R = R² വരും. ഒരു R, ഇതിൽ നിന്ന് ഒരു R ക്യാൻസൽ ചെയ്താൽ R is equal to 4. അപ്പോൾ ഇത് റാഡിക്സ് R ആണ്, റാഡിക്സ് R ആണ് ഇതിൻ്റെത്, അല്ലെങ്കിൽ ഇത് ബേസ് ഫോർ നമ്പർ സിസ്റ്റം ആണ്. നമ്പേഴ്സ് ഏതാ വരിക, 0, 1, 2, 3 വരെ 4 നമ്പേഴ്സ് വരും. ഓക്കെ, ഇങ്ങനെയാണ് റാഡിക്സ് കണ്ടുപിടിക്കുന്നത്.